ഒരു ആഗസ്റ്റ് 15 തന്നെ ഈ ഒരു PT റോഡ് ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ളത് വലിയ സന്തോഷം. കാരണം നമ്മുടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ഈ ആഗസ്റ്റ് 15 തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഈ നാടിൻ്റെ പ്രിയപ്പെട്ടവനായി മാറിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള പവിത്രാട്ടൻ്റെ പേരിൽ ഒരു റോഡിന് നാമകരണം ചെയ്യാനുള്ള ഒരു ഉദ്യമത്തിന് ഒരു അവസരം ലഭിച്ചതിന് വലിയ സന്തോഷമുണ്ട്. അതിന് ഈ ഡിവിഷനിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരോട് ഞാൻ ആ ഒരു പ്രവൃത്തി ഇന്ന് തീരുമാനിച്ചതിന് നന്ദി പറയുകയാണ്. കാരണം അത്രമാത്രം പ്രിയപ്പെട്ട ആളാണ് പവിത്രാട്ടൻ എന്ന് പറയുന്നത്. അത്രമാത്രം ജനസേവകനായി നാട്ടിലെ ജനങ്ങളെ സേവിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സജീവമായി ഇടപെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് എന്താ പറയുക, ഒരു അപ്രതീക്ഷിതമായാണ് ഈ ഒരു ദിവസം തന്നെ ഒത്തുചേർന്നത്. നേരത്തെ തീരുമാനിച്ചത് അതൊരു നിയോഗമാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ തന്നെ അത് ചെയ്തതിൽ വലിയ സന്തോഷം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടുന്ന ദിനം തന്നെ ഒരു PT പവിത്രൻ റോഡ് ഉദ്ഘാടനം ചെയ്യാനുള്ള കാരണം ഇത് നമ്മുടെ ഒരു വർഷങ്ങളുടെ നമ്മളൊരു ആഗ്രഹമായിരുന്നു. നമ്മുടെ PT പവിത്രൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടുകാരനും ഈ വാർഡിൻ്റെ ഒരു കൗൺസിലുമായിരുന്നു നേരത്തെ. ആ പവിത്രേട്ടൻ്റെ 9ാം ചരമവാർഷിക ദിനമാണ് ഈ അടുത്ത ദിവസമായി കഴിഞ്ഞത്. അതായത് ഈ കഴിഞ്ഞ 20-ാം തീയതി പവിത്രേട്ടൻ്റെ ചരമവാർഷിക ദിനമായിരുന്നു. ഇങ്ങനെ ഒരു ആശയം വെച്ചത് നമ്മുടെ കൗൺസിലർ ശ്രീ സുരേഷ് ബാബു വഴിയാവൂരായിരുന്നു നേരത്തെയുള്ള കൗൺസിലർ. ഈ വാർഡിൻ്റെ കൗൺസിലറായ അദ്ദേഹമായിരുന്നു ഇങ്ങനെ ഒരു ആശയം, ഈ റോഡിനൊരു നാമകരണം വിവിധ കോർപ്പറേഷൻ്റെ വിവിധ സ്ഥലങ്ങളിൽ റോഡിനുകൾ നാമകരണം ചെയ്യുന്ന കൂട്ടത്തിൽ ഈ റോഡിന് PT പവിത്രേട്ടൻ്റെ പേര് നൽകണമെന്ന് അദ്ദേഹത്തിൻ്റെ തീരുമാനവും അതുപ്രകാരം അദ്ദേഹത്തെ കൗൺസിൽ വെക്കുകയും അത് കൗൺസിൽ പാസ്സാക്കുകയുമായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു കൗൺസിൽ ഇത് പാസ്സാക്കിയത്. പവിത്രേട്ടനെ സംബന്ധിച്ചിടത്തോളം പവിത്രേട്ടൻ നമുക്കറിയാം, ലേബർ ബി എന്നൊരു പത്രത്തിൻ്റെ പത്രാധിപനായിരുന്നു പവിത്രേട്ടൻ. അതോടൊപ്പം കണ്ണൂർ നഗരസഭയുടെ വൈസ് ചെയർമാനായിരുന്നു. ആരോടും ധീരോദാത്തം പോരാടുന്ന ഒരു വലിയ പോരാളിയെന്ന് പവിത്രേട്ടൻ. ആർക്ക് വേണ്ടി എന്തിനും സംസാരിക്കാനുള്ള, അതായത് പാർഷ്യാലിറ്റി ഇല്ലാതെ സധൈര്യം മുന്നോട്ട് പ്രവർത്തിക്കുന്നൊരു വ്യക്തി. എന്ത് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടൊരു വ്യക്തിയാണ് നമുക്കൊക്കെ അനുഭവപ്പെട്ടത്. ഞാനിപ്പോൾ കുറച്ച് 25 വർഷമായിട്ട് ഞങ്ങളൊക്കെ ഈ ഭാഗത്ത് താമസക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ ഒരു വലിയ എന്താ പറയേണ്ടത്, പാർട്ടിയുടെ പ്രവർത്തകൻ ഉപരി അദ്ദേഹം ഒരു സോഷ്യൽ പ്രവർത്തകൻ കൂടി ആയിരുന്നു. അദ്ദേഹം നേരത്തെ ദിനേശ് വീട്ടിയുടെ സ്ഥാപക ഡയറക്ടർ മെമ്പറും കൂടി ആയിരുന്നു. അപ്പോൾ അതേപോലെയുള്ള ഒരുപാട് സ്ഥാനമാനങ്ങൾ വഹിച്ചൊരു വ്യക്തി ഈ നമ്മളിൽ നിന്ന് അകന്നു പോയപ്പോൾ അദ്ദേഹം മരണപ്പെട്ട് ഈ 9 വർഷം തികയുമ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു നാമം ഈ റോഡിനിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. അതാണ് ഇന്ന് ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര ഇന്നിവിടെ ഏതാനും നിമിഷങ്ങൾക്കകം ഇതിലൂടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം ഇന്നത്തെ ഈ വാർഡിൻ്റെ ഇപ്പോഴും നിലവിലുള്ള കൗൺസിലർ അഡ്വക്കേറ്റ് ലിഷ ദീപിക്കാണ്. അവരാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത്. അതോടൊപ്പം ഇന്നു മുതൽ ഈ റോഡ് PT പവിത്രൻ റോഡ് എന്ന നാമധേയത്തിലാണ് അറിയപ്പെടുക. ഇവിടെ നമ്മുടെ താവക്കര വലിയൊളപ്പ് കാവ് വരെയുള്ള ദൈർഘ്യത്തിലാണ് ഇത് റോഡിൻ്റെ പരിധി. ഇവിടെ വിവിധ റോഡുകൾക്ക് മറ്റ് പല ആളുകളും മൺമറഞ്ഞു പോയ പല നേതാക്കന്മാരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു പവിത്രൻ, ആ പേരാണ് ഇവിടെ PT പവിത്രൻ റോഡായിട്ട് ഇവിടെ നാമകരണം ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു PT പവിത്രൻ റോഡിൽ നമുക്ക് ജനങ്ങൾക്ക് ഏതൊക്കെ റോഡിലേക്ക് ഈ ഒരു റോഡ് വഴി കയറി ചെല്ലാനായിട്ട് പറ്റും? ഇതിപ്പോൾ നമ്മുടെ താവക്കര ബിവറേജ് ഗോഡൗണാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ പോയിന്റ്, ഈ ബോർഡ് സ്ഥാപിച്ചത് ബിവറേജ് ഗോഡൗണാണ്. ഇവിടെ നിന്ന് ദേശം മനോരമ പത്ര ഓഫീസിൻ്റെ അടുക്ക വരെയുള്ള റോഡ് താഴത്തൊരു വലിയൊളപ്പ് കാവ് റോഡിൻ്റെ അടുത്തേക്കാണ് ഈ റോഡ് അതിൻ്റെ നീളം ദൈർഘ്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു റോഡിനാണ് ഈ പേരിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് കാൾടെക്സിൽ നിൽക്കുന്ന റോഡൊക്കെ വേറെ പേരാണ്, താഴത്തൊരു വേറെ റോഡ്, ഇവിടെ നിന്ന് അങ്ങോട്ട് വേറൊരാളുടെ പേരാണ്. ഇവിടെ നിന്നുള്ള ഈ റോഡിൻ്റെ പേര് ഈ വലിയൊളപ്പ് കാവ് മനോരമ ഓഫീസ് വരെയുള്ള റോഡിനാണ് ഈ പേരിട്ടിട്ടുള്ളത്.